ബന്ധപ്പെട്ടൊരു വാർത്ത വരുന്നത് ദോഹയിൽ ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ ആക്രമണം നടന്നിരിക്കുന്നു. വെടിനിർത്തൽ ചർച്ചയ്ക്കായി എത്തിയ നേതാക്കൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. ആക്രമണം ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചതിരിഞ്ഞാണ് സ്ഫോടനമുണ്ടായതെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ബി കെ സുഹൈൽ ചേരുന്നുണ്ട്. സുഹൈൽ, എന്താണ് സംഭവിച്ചത്? ധന്യ, ഇപ്പോൾ അൽ ജസീറ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഖത്തറിൽ ദോഹയിൽ ഹമാസിന്റെ മീറ്റിംഗ് ചേരുന്നതിനിടയിലാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണം ഹമാസിന്റെ വിദേശത്തുള്ള, അതായത് ദോഹയിലുള്ള നേതാക്കളെ ലക്ഷ്യം വെച്ചാണ് എന്ന് ഇപ്പോൾ ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ ദോഹയിൽ മറ്റൊരു രാജ്യത്ത് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഏറ്റവും ഗുരുതരമായ ഒരു സാഹചര്യം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇസ്രായേലിന് ചുറ്റുമുള്ള നിരവധി രാജ്യങ്ങളെ ഈ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം. ഇപ്പോൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് ദോഹയിൽ പോലും ആക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഗുരുതരമായ സാഹചര്യം തന്നെയാണ്. നമുക്കറിയാം, ചില സൂചനകൾ ഇപ്പോൾ കഴിഞ്ഞ തവണ വന്നിരുന്നു. 2-3 പ്രസ്താവനകൾ. അതിലേറ്റവും പ്രധാനം IDF-ന്റെ മേധാവി ഇയാൽ സമീർ നടത്തിയ പ്രസ്താവനയായിരുന്നു. ഇയാൽ സമീർ പറഞ്ഞത്, ഞങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ വിദേശത്ത് കഴിയുന്ന ഹമാസിന്റെ നേതാക്കളെ ഞങ്ങൾ വധിക്കും എന്നാണ് IDF-ന്റെ മേധാവി പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത്തരമൊരു വധശ്രമം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. നമുക്കറിയാം, ഹമാസിന്റെ ഗ്ലോബൽ നേതാക്കൾ അവർ കഴിയുന്നത്, കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത് ദോഹയിലായിരുന്നു എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമുള്ള ചില വെടിനിർത്തൽ കരാർ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദോഹ കേന്ദ്രീകരിച്ചുകൊണ്ട്. അപ്പോൾ ട്രംപിൽ നിന്നും ആ ഒരു വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ലഭിച്ച് അത് ചർച്ചയ്ക്ക് ഇരുന്ന ഒരു സമയത്താണ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ ചർച്ചകൾ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. ഇപ്പോൾ അവർ പറയുന്നത്, ഇസ്രായേലി സൈന്യം തന്നെ പറയുന്നത്, ഷിൻബെറ്റിന്റെ കൂടി ഒരു സഹായത്തോടു കൂടിയാണ് ഈ ഒരു ആക്രമണം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ പുറത്തുള്ള ആക്രമണങ്ങൾ സാധാരണയായി ആസൂത്രണം ചെയ്യാറുള്ളത് മൊസാദാണ് എങ്കിൽ ഇപ്പോൾ ആഭ്യന്തര സുരക്ഷാ വിഭാഗമായ ഷിൻബെറ്റിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ പുറത്തുള്ള, നമുക്കറിയാം, ഒരുപാട് ആക്രമണങ്ങൾ ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. ഹമാസിന്റെ മേധാവി ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ വെച്ചാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു ആക്രമണം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ അവർ സ്വാഭാവികമായും അടുത്തൊരു വെടിനിർത്തൽ കരാറിനെ അടക്കമുള്ള ചർച്ചകളെ മുൻനിർത്തിയുള്ള സുപ്രധാനമായ മീറ്റിംഗുകൾ ചേർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ ഇടത്തേക്ക് കയറി ചെല്ലാൻ ഇസ്രായേൽ അവരുടെ ധാർഷ്ട്യം കാണിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ചും ദോഹ എന്ന് പറയുന്നത് ഈ ഒരു പലതരത്തിലുള്ള വെടിനിർത്തൽ ചർച്ചകളുടെയും കരാറുകളുടെയും ഇടമായി തീർന്നിട്ടുള്ള രാജ്യമാണ്. അമേരിക്കയുമായും അതേപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുമായും നിരന്തരം ഇടപെടാൻ ശേഷിയുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അതോടൊപ്പം തന്നെ ഹമാസ് അടക്കമുള്ള സംഘടനകൾക്കും ഇടമൊരുക്കിയ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സമാധാന നീക്കങ്ങൾക്ക് ഇടമായ ദോഹയെ പോലും കുരുതിക്കളമാക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇസ്രായേൽ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ അവരുടെ അധിനിവേശ ശ്രമങ്ങൾ തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സ്വാഭാവികമായും ഇനി അറിയാനുള്ളത് ഈ ഒരു ആക്രമണത്തിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആരെങ്കിലും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടോ, ഏതൊക്കെ തരത്തിലുള്ള സംഭവവികാസങ്ങളാണ് ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. എവിടെയാണ് ഇത് നടന്നിരുന്നത്, ആ സ്ഥലത്ത് എത്ര പേരുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ന്യൂസ് അൽ ജസീറ പല വിവരങ്ങളും പുറത്തുവിടുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ്, ഒപ്പം തന്നെ എത്ര വലിയ നാശനഷ്ടം ഉണ്ടായി, എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കണക്കുകൾ ലഭ്യമാണ്. Oh my God! Oh my God! Oh my God! Sana hindi pumami yung kotse. Oh my God! Oh my God! Oh my God! Oh my God! Sana hindi pumami yung kotse. Oh my God! വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ
ഈ രൂപത്തിലാണ് നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല. ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, a glow of purity. അവധിക്കാലം കഴിഞ്ഞു. വീണ്ടും സ്കൂളിലേക്ക്. കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ, പാടിക്കളിക്കാൻ, അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ. വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ. കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000. 9061178000. ടോൾ ഫ്രീ നമ്പർ 14. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈന്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈന്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും.